KCYM തലശ്ശേരി അതിരൂപതയും ഷാലോം ടെലിവിഷനും സംയുക്തമായി അണിയിച്ചൊരുക്കുന്ന യുക്യാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏകജാതനായ ഈശോ മിശിഹായെക്കുറിച്ച് യുവജന മതബോധന ഗ്രന്ഥത്തിൽ ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്റ്റ് 16 പാപ്പ പങ്കുവച്ചിരിക്കുന്ന കാര്യങ്ങളെ ആധാരമാക്കി തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്തയും സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാനും പ്രഗത്ഭനായ വാഗ്മിയും യുവജനങ്ങളുടെ സന്തത സഹചാരിയുമായ അഭിവന്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവുമായി തലശ്ശേരി അതിരൂപതയിൽ പേരാവൂർ ഫൊറോനയിൽ നിന്നുള്ള യുവജനങ്ങൾ സംവദിക്കുകയാണ് യുക്യാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ. സന്നിഹിതനായിരിക്കുന്ന അഭിവന്യ പിതാവിന് എല്ലാ യുവ സുഹൃത്തുക്കളുടെ നാമത്തിൽ സ്നേഹം നിറഞ്ഞ സ്വാഗതം പിതാവേ. ഇവിടെ പിതാവുമായി സംവദിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനായി സന്നിഹിതരായിരിക്കുന്ന എല്ലാ യുവജന സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യത്തെ ചോദ്യത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം ആരാണ് ചോദിക്കുക? ജോസ്നയാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ജോസ്ന. പിതാവേ, എൻ്റെ പേര് ജോസ്ന. ചെട്ടിയാമ്പറമ്പ് ഇടവകയിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഇതാണ്. നമുക്കറിയാം, ദൈവം രക്ഷിക്കുന്നു എന്നാണ് യേശു എന്ന വാക്കിൻ്റെ അർത്ഥം. പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ യേശുവിലൂടെ മാത്രമാണ് രക്ഷ സാധ്യമാകുന്നത് എന്ന് നമുക്ക് എപ്രകാരം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും? യെസ്, ജോസ്നയുടെ ചോദ്യം ഈശോ എന്ന പേരിനെ കുറിച്ചാണ്. യേശു, ഈശോ. നമ്മൾ ഈശോ മിശിഹ, യേശു ക്രിസ്തു എന്നൊക്കെ പറഞ്ഞ് ഈശോയെക്കുറിച്ച് പേരുകൾ കേൾക്കാറുണ്ട് അല്ലേ? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ ഭാഷാപരമായ വ്യത്യാസമാണ് ഒരു പരിധി വരെ. അതായത് ഗ്രീക്ക് ഭാഷയിൽ ഈശോയെ വിളിക്കുന്നത് യേസൂസ് ക്രിസ്തോസ് എന്നാണ്. അതിനെ മലയാളീകരിക്കുമ്പോൾ കിട്ടുന്ന പേരാണ് ഏത്? യേശു ക്രിസ്തു എന്നും. സുറിയാനി ഭാഷയിൽ ഈശോയെ വിശേഷിപ്പിക്കുന്നത് യേശു ക്രിസ്തു എന്നുള്ളതിൻ്റെ സുറിയാനി രൂപമാണ് ഏത്? ഈശോ മിശിഹ എന്നത്. അതേ പദപ്രയോഗം തന്നെയാണ് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് രണ്ടിൻ്റെയും യേശു ക്രിസ്തു എന്ന് പറയുന്നതും ഈശോ മിശിഹ എന്ന് പറയുന്നതും ഒരേ അർത്ഥത്തിലുള്ള വിശേഷണങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി യേശു അഥവാ ഈശോ എന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്നാ പറഞ്ഞിരുന്നേ? ദൈവം രക്ഷിക്കുന്നു. യെസ്, ദൈവം രക്ഷിക്കുന്നു എന്നാണ് അല്ലേ? യഹോഷുവ, ജോഷുവ എന്ന പേരിൻ്റെ അതൊരു ഹീബ്രു പേരാണ്. ആ ഹീബ്രു പേരിൻ്റെ സുറിയാനി രൂപമാണ് വാസ്തവത്തിൽ ഈശോ എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം രക്ഷിക്കുന്നു, ഇതാണ് ഈശോ എന്ന പേരിൻ്റെ അർത്ഥം, അഥവാ യേശു എന്ന പേരിൻ്റെ അർത്ഥം. ആ പേരല്ലാതെ വേറൊരു പേര് ഈശോയ്ക്ക് യോജിക്കുകയല്ല. കാരണം ഈശോ വന്നത് എന്തിനു വേണ്ടിയാണ്? ഈശോ വന്നത് പാപത്തിൻ്റെ പിടിയിലമർന്ന് പറുദീസ നഷ്ടപ്പെടുത്തി നരകപിശാചിൻ്റെ കെണിയിൽപ്പെട്ട് നിത്യനാശത്തിന് വിധിക്കപ്പെട്ടു പോയ മനുഷ്യകുലത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈശോ വന്നത്. അവിടുത്തേക്ക് ചേർന്ന ഏറ്റവും അർത്ഥപൂർണമായ പേര് എന്നത് രക്ഷകൻ എന്ന പേരാണ്. അതുകൊണ്ടാണ് മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രന് പിതാവായ ദൈവം രക്ഷകൻ എന്നർത്ഥമുള്ള ഈശോ അഥവാ യേശു എന്ന് പേര് നൽകി. അതുകൊണ്ട് ഈ പേര് സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഈശോയിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന ദൈവീക പദ്ധതിയുടെ സ്വഭാവത്തെയാണ് ആ പേര് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി രണ്ടാമത്തെ ചോദ്യമായിട്ട് ഇവിടെ ഉന്നയിക്കപ്പെട്ടത് ഈശോയിലൂടെ മാത്രമാണോ രക്ഷ സാധ്യമാകുന്നത് എന്ന് ചോദിച്ചാൽ, നിത്യരക്ഷ ഈശോയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നതാണ് സത്യം.
കാരണം നമുക്കെല്ലാം താൽക്കാലികമായി മനുഷ്യനെ രക്ഷിക്കാൻ പറ്റും, ഇല്ലേ? ഒരാൾ പുഴയിൽ മുങ്ങിച്ചാകാൻ തുടങ്ങുമ്പോൾ നീന്തറിയാവുന്ന ഒരാൾക്ക് ആളെ പോയി പിടിച്ചു കയറ്റി രക്ഷപ്പെടുത്താൻ പറ്റും. നിങ്ങൾക്ക് നീന്തറിയാവുന്നവരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ഉണ്ട് അല്ലേ? നീന്തറിയാവുന്നവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അതല്ല എങ്കിൽ വണ്ടി ഓടിക്കുന്ന വഴിക്ക് ഡ്രൈവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ട്. ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾ ഓടിച്ചെന്ന് വണ്ടി ബ്രേക്ക് ചെയ്ത് നിർത്തുന്നു. അതും സ്വാഭാവികമായി രക്ഷപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള രക്ഷകന്മാരെ നമുക്ക് ലോകത്ത് എല്ലായിടത്തും കണ്ടെത്താൻ പറ്റും. താൽക്കാലികമായ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തുന്ന രക്ഷ. പക്ഷേ ഒരു മനുഷ്യനെ നരകപിശാചിൻ്റെ കെണിയിൽ നിന്ന് രക്ഷിച്ച് നിത്യസൗഭാഗ്യമായ സ്വർഗത്തിന് അവകാശിയാക്കി മാറ്റുന്ന യഥാർത്ഥ രക്ഷ നേടിത്തരാൻ ഈശോ മിശിഹായ്ക്ക് കഴിയൂ. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അവൻ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അധിനാഥനാണ്. അവന് മാത്രമേ സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കാൻ സാധിക്കൂ. പറുദീസായുടെ അടയ്ക്കപ്പെട്ട കവാടം വീണ്ടും തുറക്കാൻ അവന് മാത്രമേ അധികാരമുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്, 5-ാമത്തെ തിരുവചനം, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് പ്രവേശിക്കുന്നില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? ഈശോ മിശിഹായിലൂടെ മാത്രമേ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയായ സ്വർഗത്തിലേക്ക് മനുഷ്യന് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലാകുന്നു? അതായത് രക്ഷ ഈശോയുടെ കുരിശിലെ ബലിയിലൂടെ മാത്രമാണ്. പക്ഷേ അത് മാമോദീസ സ്വീകരിച്ച ക്രൈസ്തവർക്ക് മാത്രമുള്ളതല്ല ആ രക്ഷ. ആ കുരിശിലെ രക്ഷാകര രഹസ്യത്തിൻ്റെ വരപ്രസാദം ദൈവം സകല മനുഷ്യർക്കും ദൈവത്തിന് മാത്രം അറിയാവുന്ന വഴികളിലൂടെ ലഭ്യമാക്കുന്നു എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികളായ നമുക്ക് കൂദാശകളിലൂടെ ഈ വരപ്രസാദം ലഭിക്കുമ്പോൾ ഇതര മതസ്ഥർക്ക് ഏത് വഴിയിലൂടെ അത് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിന് മാത്രം അറിയാവുന്ന വഴികളിലൂടെ ദൈവം ഈ രക്ഷ അവർക്ക് സംലഭ്യമാക്കും. അതുകൊണ്ട് തന്നെ നന്മയുടെ മാർഗങ്ങൾ, നന്മയുടെ മുഖങ്ങളും പ്രവർത്തന ശൈലികളും ലോകത്തെല്ലായിടത്തും നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് ഈ ദൈവത്തിൻ്റെ സാർവത്രിക രക്ഷാപദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്നുകൂടിയും നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈശോ രക്ഷകനാകുന്നത് മാമോദീസ സ്വീകരിച്ചവർക്ക് മാത്രമല്ല, അവൻ ലോകത്തിൻ്റെ മുഴുവനും രക്ഷകനാണ് എന്ന സത്യവും നമ്മൾ ഗ്രഹിക്കണം. പിതാവെ, യുവജനങ്ങളോട് ഇപ്പോൾ പിതാവ് പങ്കുവെച്ച മറുപടിയെ ആധാരമാക്കി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കോളേജിലായിരുന്നപ്പോൾ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: കത്തോലിക്കാ സഭയ്ക്ക് മറ്റ് മതസ്ഥരായ ഞങ്ങളോടും ഞങ്ങളുടെ മതത്തോടുമുള്ള സമീപനം എന്താണ്? പിതാവ് ഇപ്പോൾ പങ്കുവെച്ച ചോദ്യത്തിൻ്റെ ഒരു അനുബന്ധമായിട്ട് അതുകൂടി ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും എല്ലാ മനുഷ്യരും ദൈവമക്കളാണ്. അതാണ് കത്തോലിക്കാ സഭയുടെ അടിസ്ഥാന പ്രബോധനം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. എല്ലാ മനുഷ്യനിലും ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാണ്. അതുകൊണ്ട് ദൈവത്തെ കാണണമെങ്കിൽ ഇനിമേൽ അടുത്തിരിക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി, അല്ലേ? അത് ബൈബിൾ തരുന്നൊരു വലിയ സ്വാതന്ത്ര്യമാണ്. ഇനിമേൽ ദൈവത്തെ കാണാൻ നിങ്ങൾ എങ്ങോട്ട് നോക്കിയാൽ മതി? ഒപ്പം ഇരിക്കുന്ന മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാൽ മതി. അത് ഏത് ജാതിയിൽപ്പെട്ടവൻ്റെ മുഖത്ത് നോക്കിയാലും ദൈവത്തെ കാണാം. കാരണം എന്താ? ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചു എന്നല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞത്? മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന്. അത് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന സാർവത്രിക സാഹോദര്യത്തിൻ്റെ, വിശ്വമാനവികതയുടെ ഏറ്റവും വിശാലമായ പാഠമാണ്. ഇനി
ഈശോ മനുഷ്യനായി അവതരിച്ചു. അതാണല്ലോ നമ്മുടെ ചിന്താവിഷയം, അല്ലേ? ഈശോ ക്രിസ്ത്യാനിയായിട്ട് അവതരിച്ചെന്നാണോ പറഞ്ഞത്? അല്ലല്ലോ. ഈശോ ആരായിട്ട് അവതരിച്ചേ? മനുഷ്യനായിട്ടാണ് അവതരിച്ചത്. അതുകൊണ്ട് മനുഷ്യ പ്രകൃതിയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ഫലം അനുഭവിക്കാൻ, പങ്ക് പറ്റാൻ അവകാശമുണ്ട് എന്ന് തന്നെയാണ് തിരുസഭയുടെ നിലപാട്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ദൈവമക്കളാണ്. എല്ലാവരും ഈശോമിശിഹായിൽ നമുക്ക് സഹോദരങ്ങളാണ്. എല്ലാവരും നിത്യതയിൽ ദൈവത്തിൽ എത്തിച്ചേരേണ്ടവരാണ്. ഇതാണ് ക്രൈസ്തവന് ഇതര മതവിശ്വാസികളോടുള്ള നിലപാടും മനോഭാവം. നന്ദി പിതാവേ, എൻ്റെ ചോദ്യത്തിന് കൃത്യമായ വിശദീകരണം തന്നതിന് നന്ദി. ദെയർ ഈസ് നോ സാൽവേഷൻ ഔട്ട്സൈഡ് ദ ചർച്ച്. ദൈവശാസ്ത്ര ക്ലാസ്സുകളിൽ അഭിവന്യ പാമ്പ്ളാനി പിതാവടക്കം ഞങ്ങൾക്ക് ഏറെ മണിക്കൂറുകൾ പങ്കുവെച്ച് പറഞ്ഞ് തന്നിരുന്ന ഒരു കാര്യത്തെ വളരെ ഹൃദ്യതയോടുകൂടി ഈശോ എന്ന നാമത്തിൻ്റെ ഹിബ്രു, ഗ്രീക്ക്, സുറിയാനി മൂലപദങ്ങളുടെ അർത്ഥം കൂടി വിശദീകരിച്ചു കൊടുത്തുകൊണ്ടാണ് യുവജനങ്ങൾക്ക് പിതാവ് പറഞ്ഞു തന്നത്. ഏറെ ഹൃദ്യമായിരുന്നു പിതാവേ, ഒത്തിരി നന്ദി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പിതാവേ, എൻ്റെ പേര് ജിസ്മരിയ. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഇതാണ്. ഈശോയെ നമ്മൾ കർത്താവെ എന്നാണല്ലോ വിളിക്കുന്നത്. ഇതിന് പഴയ നിയമവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതോടൊപ്പം തന്നെ ഈശോയുടെ ക്രിസ്തു, മിശിഹ, ഇമ്മാനുവേൽ എന്നിങ്ങനെ പല പേരുകൾ ഈശോയ്ക്ക് നൽകാനാകും. ഇതിനുള്ള കാരണം എന്താണ്? യെസ്, അതായത് ഈശോയെ കർത്താവ് എന്ന് വിളിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചത്. ജിസ്മേരി അല്ലേ? ജിസ്മരിയ. ജിസ്മരിയ എന്നാ ചെയ്യുന്നു? ഞാൻ +1 പഠിക്കുന്നു. +1 വിദ്യാർത്ഥി അല്ലേ? എന്നാലും ഇത്രയും കഠിനമായ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. ജിസ്മരിയ. അപ്പോൾ കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. അത് നാഥൻ, ഉടയവൻ, ഉടമസ്ഥൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് കർത്താവ് എന്ന് പറയുക. അതിന് പഴയ നിയമ പശ്ചാത്തലമുണ്ട്. ദൈവമായ കർത്താവ് എന്നാണ്, യാവേ അദോനായി എന്നാണ് ദൈവത്തെ പഴയ നിയമം വിളിച്ചിരുന്നത്, അല്ലേ? ഈശോയെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ സുവിശേഷകൻ ആ ഒരു വലിയ സത്യം കൂടി ഏറ്റുപറയുന്നുണ്ട്. എന്താണ് ആ സത്യം? നമ്മുടെ ദൈവമായ ഈശോ മിശിഹ പഴയ നിയമത്തിലെ യാവേ അദോനായി ആയ കർത്താവായ ദൈവം തന്നെയാണ് ഈ ഈശോ മിശിഹ എന്നുള്ള സത്യത്തിൻ്റെ ഒരു ഏറ്റുപറച്ചിൽ മിശിഹ കർത്താവ്, ഈശോ കർത്താവാണ് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റുപറയുന്നുണ്ട്. അതായത് ഈശോയെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ ചെയ്യുന്നത് പഴയ നിയമത്തിലെ ജനത യാഹ്വേയെ എപ്രകാരം മനസ്സിലാക്കി, വിശ്വസിച്ചു, ആരാധിച്ചു, അതിന് സമാനമായ രീതിയിൽ പുതിയ നിയമ ജനത ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു എന്നുള്ള ഒരു സാക്ഷ്യമാണ് കർത്താവെ എന്ന ഈ പദപ്രയോഗത്തിലൂടെ വ്യക്തമാക്കുന്നത്. രണ്ടാമതായി കർത്താവ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈശോയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും മേലുള്ള ഉടമസ്ഥാവകാശത്തെ, അവിടുത്തെ ശുശ്രൂഷകരാണ് നമ്മൾ എന്നുള്ളൊരു ഏറ്റുപറച്ചിൽ, ഈ കർത്തൃത്വം എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം, അല്ലേ? നിങ്ങളുടെ രക്ഷകർത്താവ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. രക്ഷകർത്താവ് എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങളുടെ രക്ഷകർത്താവായി പറയുന്നത്? മൈക്കെടുത്ത് പറഞ്ഞേ. എൻ്റെ അപ്പനും അമ്മയും. അപ്പനും അമ്മയുമാണ് രക്ഷകർത്താക്കളായിട്ട് പറയുന്നത്, ഇല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അതായത് നമ്മുടെ മേലുള്ള അവകാശം അവർക്കാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു. ആ ഒരു സത്യവും കൂടി ഈശോയെ കർത്താവെ എന്ന് വിളിക്കുന്നതിൻ്റെ പിന്നിലുണ്ട്. ഇനി ശിഷ്യന്മാർ ഈശോയെ പലപ്പോഴും കർത്താവെ എന്ന് വിളിക്കുന്നത്, ശിഷ്യന്മാർ ഗുരുവിനെ വിളിക്കാൻ യഹൂദ ഭാഷയിൽ ഉപയോഗിക്കുന്ന റബ്ബി എന്നുള്ള ഗുരുവെ
എന്നുള്ള അതിന് സമാനമായ ഒരു ഗ്രീക്ക് പദം കൂടിയാണ് ക്യൂറിയോസ് അഥവാ കർത്താവ് എന്ന് വിവർത്തനം ചെയ്യുന്ന ഈ പദം. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ആ പദത്തിന് കർത്താവ് എന്ന് വിളിക്കുമ്പോൾ ഞങ്ങളുടെ ഗുരുവേ എന്നുള്ളൊരർത്ഥം കൂടി പുതിയ നിയമത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ കർത്താവ് എന്ന് ഈശോയെ വിളിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ആഴങ്ങളെ തൊടുന്ന ഒരു സത്യത്തെ തന്നെയാണ് ഏറ്റുപറയുന്നത് എന്ന് മനസ്സിലാക്കുക. പിതാവേ, എൻ്റെ സംശയം ദൂരീകരിക്കത്തക്ക വിധത്തിൽ എനിക്ക് വളരെ വ്യക്തതയുള്ളൊരു ഉത്തരം നൽകിയതിന് ഒത്തിരി നന്ദി. താങ്ക് യു. കർത്താവായ ദൈവമേ എന്ന് വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളുടെ ഒക്കെയും പ്രാരംഭത്തിൽ നമ്മൾ ചൊല്ലുന്നതാണ്. അതിനെ ആധാരമാക്കി കർത്തൃത്വം എന്നതിൻ്റെ പഴയ നിയമ വിവക്ഷ അതിമനോഹരമായി പിതാവ് യുവസുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. മനസ്സിലായി എന്ന് ചോദ്യം ചോദിച്ച ആൻമരിയയുടെ മറുപടി തന്നെ ഹൃദയസ്പർശിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുക? പിതാവേ, എൻ്റെ പേര് ആൽവിൻ കെ. ഞാൻ പേരാവ് ഇടവകയിൽ. എൻ്റെ ചോദ്യം ഇതാണ്: ഈശോ മാമോദീസ സമയത്തും മറ്റു സമയങ്ങളിലും ഈശോയെ ഏകജാതനെന്നും പ്രിയപുത്രനെന്നും വിളിക്കുന്നു. എന്തുകൊണ്ടത്? യെസ്, ആൽവിൻ. ആൽവിൻ അല്ലേ? പേരാവൂരുകാരനാണ്. എന്നാ വീട്ടുപേര് ആൽവിൻ്റെ? കാരികുന്നേൽ. ഓഹോ. ആൽവിൻ എന്നാ ചെയ്യുന്നു? ഓട്ടോമൊബൈൽ പഠിച്ചുകൊണ്ടിരിക്കുക. എവിടെ? പേരാവ് ജ്യോതിർഗമയ. ഗുഡ്. ഒരു പരസ്യവും കൂടി ആയി ജ്യോതിർഗമയായി അല്ലേ? ഗുഡ്. യെസ്, ആൽവിൻ്റെ ചോദ്യം നല്ല ചോദ്യമാണ്. അതായത് എന്തായിരുന്നു ആൽവിൻ ചോദിച്ചേ? ഈശോയെ ദൈവപുത്രൻ അല്ലെ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താ? 2 സന്ദർഭങ്ങളിലെങ്കിലും പിതാവായ ദൈവം അപ്രകാരം ഈശോയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒന്ന്, ഈശോ സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നതായും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നതായും കാണപ്പെടുന്നു. അതിനൊപ്പം ഒരു സ്വരവും കേട്ടു: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മറ്റൊന്ന്, താബോർ മലമുകളിൽ ഈശോ രൂപാന്തരപ്പെടുന്നു. താബോർ മലയിലാണോ ഈശോ രൂപാന്തരപ്പെട്ടത് എന്നുള്ളത് ബൈബിളിൽ പറയുന്നില്ല. അങ്ങനെ ഒരു പാരമ്പര്യമുള്ളൂ. ഇപ്പം നമ്മൾ വിശുദ്ധ നാട് കാണാൻ പോയാൽ താബോർ മലയിൽ ഈശോ രൂപാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ അവിടെയൊക്കെ പോയി കാണാറുണ്ട്. വാസ്തവത്തിൽ സുവിശേഷത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു മലയിലേക്ക് പോയെന്ന് പറഞ്ഞു. ഏത് മലയാണെന്ന് നമുക്കറിയാൻ പാടില്ല. ഈ താബോർ മലയിൽ ഈശോ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോഴും പിതാവായ ദൈവം പറയുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന്. അതായത് ഈശോ പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ നിത്യതയിലെ പിതാവിൽ നിന്ന് ജനിച്ചവൻ. ഈശോ ആ സമയത്ത് പ്രിയപുത്രനായി തീരുവല്ല അല്ലേ? ആൽവിൻ്റെ പപ്പ ചിലപ്പോൾ അങ്ങനെ പറയും, നീ നല്ല അനുസരണമുള്ള കൊച്ചായിട്ട് നല്ല മിടുക്കനായി എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ പപ്പ പറഞ്ഞെന്നിരിക്കും, നീ മിടുക്കനാടാ, നീ എൻ്റെ ഓമനപുത്രനാണ് എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട് ഇല്ലേ? പറഞ്ഞിട്ടില്ല? നീ അങ്ങനെ ഇതുവരെയും പ്രവർത്തിക്കാഞ്ഞതുകൊണ്ടാ ഇല്ലേ? ഏതാണേലും അങ്ങനെയൊക്കെ ചില പേരൻസ് പറയും ഇല്ലേ? നിങ്ങൾക്ക് ആർക്കും അനുഭവമില്ല. അതിന് വല്ല കാലത്തൊക്കെ മാതാപിതാക്കളെ അനുസരിക്കണം, എന്നാലേ അവർക്ക് ഇങ്ങനെ നല്ല വാക്കൊക്കെ പറയാൻ പറ്റുള്ളൂ. ഏതാണെങ്കിലും ശരി, ഈ മാതാപിതാക്കൾ പറയുന്നത് പോലെ ഒരു പറച്ചിലല്ല ദൈവം പറയും. ഇവനെൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുന്നത് ഈശോ എക്കാലവും പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രനാണ്. അത് പിതാവ് ഈശോയെ വെളിപ്പെടുത്തുന്ന, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന 2 സന്ദർഭങ്ങളിലേ ഉള്ളൂ ബൈബിളിൽ. ആ 2 സന്ദർഭങ്ങളിലും പിതാവായ ദൈവം പറയുന്നത് എന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് അല്ലേ? അത് നമ്മൾ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കണം. പിതാവും ഈശോയും തമ്മിലുള്ള ആഴമേറിയ പിതൃപുത്ര സ്നേഹബന്ധത്തെ പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തുന്ന അവസരമാണ്. അപ്രകാരം മാമോദീസ വേളയിൽ അത്
സാക്ഷ്യപ്പെടുത്തുമ്പോൾ ശരിക്കും നമ്മളൊക്കെ മാമോദീസ സ്വീകരിച്ചപ്പോൾ പിതാവായ ദൈവം ഇതേ കാര്യം തന്നെ പറഞ്ഞു. നമ്മൾ സ്നാനപ്പെട്ടത് ഈശോയിലാണ്. ഈശോയിൽ സ്നാനപ്പെട്ടത് കൊണ്ട് ഈശോയെക്കുറിച്ച് പറയപ്പെട്ട വാക്ക് നമ്മളെക്കുറിച്ചും പറയും. ആൽവിൻ്റെ മാതാപിതാക്കൾ ഇതുവരെ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ആൽവിൻ മാമോദീസ മുങ്ങിയപ്പോൾ സ്വർഗപിതാവ് അത് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ആൽവിൻ, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കും എന്ന് സ്വർഗം പറഞ്ഞു. അതായത് ദൈവം നമ്മളിൽ സംപ്രീതനാകുന്നത്, നാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാകുന്നത് മാമോദീസായിലൂടെ ഈശോയുമായി നാം ഐക്യപ്പെടുമ്പോൾ. രണ്ടാമത് ദൈവത്തിൻ്റെ മക്കളാകാൻ മറ്റൊരവസരം കൂടി ബൈബിൾ തരുന്നുണ്ട്. ഏതാണ്? ഈശോ രൂപാന്തരപ്പെട്ടു എന്നാണ്, അല്ലേ? ഈ ഭൂമിയിലെ ഒരലക്കുകാരനും വെളുപ്പിക്കാനാവാത്തത്ര വെണ്മയോടെ അവൻ്റെ വസ്ത്രം വെട്ടിത്തിളങ്ങി. അവനോടൊപ്പം മോശയും ഏലിയായും വന്നിരുന്നു. അത് കണ്ട് ശിഷ്യന്മാർ അമ്പരന്നു പോയി. ഇവിടെ ആയിരിക്കും നല്ലതാണെന്ന് അവർ വിളിച്ചു പറയുന്നു. അതായത് ദൈവ ഐക്യത്തിൻ്റെ ഒരനുഭവമാണ് ഈശോയുടെ രൂപാന്തരീകരണ വേള. ശരിക്കും നമ്മൾക്കും ഇതുപോലെ ദൈവീകമായ കൂട്ടായ്മയിലേക്ക്, നന്മയിലേക്ക് നമ്മളും നമ്മുടെ സ്വഭാവത്തെ, പ്രവർത്തനങ്ങളെ രൂപാന്തരപ്പെടുത്തുമ്പോഴും ദൈവം നമ്മളെ നോക്കി ഇതേപോലെ പറയും. എന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രിയാണ് എന്ന് പറയും. അതുകൊണ്ട് ഈ രണ്ട് സന്ദർഭങ്ങളിൽ ഈശോയെ അപ്രകാരം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പിതാവായ ദൈവം നമുക്ക് ഒരു സന്ദേശം തരികയാണ്. എന്താണ്? നിങ്ങൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളായിത്തീരുന്നു. നിങ്ങൾ ദൈവീക സത്യങ്ങളെ മനസ്സിലാക്കുകയും ആ സത്യങ്ങളിലേക്ക് നിങ്ങൾ രൂപാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളായിത്തീരും. അപ്രകാരം ഒരു മാനസാന്തരത്തിൻ്റെ, രൂപാന്തരീകരണത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനും അതുവഴി ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളായിത്തീരാനും ഉള്ള ഒരാഹ്വാനമായിട്ടുകൂടി ഈ ഒരു വെളിപാടിനെ സ്വീകരിക്കും. ഇതാണോ ആൽവിൻ ഉദ്ദേശിച്ചത്? അതേ പിതാവേ, ഇത്ര ലളിതമായി എനിക്ക് ഉത്തരത്തിന് ആൻസർ തന്നതിന് ഞാൻ പിതാവ് നന്ദി പറയുന്നു. എന്നാലും വല്ലപ്പോഴൊക്കെ മാതാപിതാക്കളെ കൊണ്ട് നല്ല വച്ചാണെന്ന് പറയിപ്പിക്കണം കേട്ടോ. അവസരം കിട്ടിയില്ല പിതാവേ. ഓക്കെ. ഈശോയുടെ ദൈവപുത്രത്വം സംബന്ധിച്ച് വളരെ മനോഹരമായി പിതാവ് ആൽവിന് മറുപടി നൽകി. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുക? പിതാവേ, എൻ്റെ പേര് മരിയ സെബാസ്റ്റ്യൻ. ഞാൻ പെരുമ്പുന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്: ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ മാത്രം ക്രിസ്തുവിനെ പറ്റി പറയുക, എന്നാൽ ക്രിസ്തുവിനെ പറ്റി ആളുകൾ ചോദിക്കത്തക്ക വിധത്തിൽ ജീവിക്കുക എന്ന് ഫ്രഞ്ച് കവി പോൾ ക്ലൗഡൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ക്രിസ്തുവും ക്രിസ്ത്യാനിയും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കേണ്ടതെന്ന് പറഞ്ഞു തരാമോ? യെസ്, മരിയ സെബാസ്റ്റ്യൻ ഫ്രഞ്ച് സാഹിത്യമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്, അല്ലേ? പോൾ ക്രൗഡറെ ഒക്കെ വായിച്ചിട്ടുള്ള ആളാണ്. അതായത് വലിയൊരു രഹസ്യം ആ പറഞ്ഞതിനകത്തുണ്ട്, ഒരു സത്യമുണ്ട്. എന്താണ്? നമ്മൾ ഈശോയെക്കുറിച്ച് എല്ലായിടത്തും മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നതല്ല വാസ്തവത്തിൽ എപ്പോഴും സുവിശേഷവൽക്കരണം, സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ജീവിതം കാണുമ്പോൾ ഈശോയെക്കുറിച്ച് മനുഷ്യർ ചോദിച്ചറിയാൻ തക്ക വിധത്തിൽ ജീവിക്കുക. നീ ഇത്രയും മര്യാദക്കാരനായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇത്രയും സത്യസന്ധനായിട്ട് നിനക്കെങ്ങനെ ജീവിക്കാൻ പറ്റുന്നു? ഇത്രയും ശാന്തനായി നിനക്കെങ്ങനെ ജീവിക്കാൻ പറ്റുന്നു എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ നമുക്ക് പറയാം, അത് ഞാൻ എൻ്റെ ഗുരുവും നാഥനുമായ ഈശോയിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ ആ ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയാൻ എന്താ വഴി? ആളുകൾ ചോദിക്കും. അതാണ് പോൾ ക്രൗഡർ പറയുന്ന, നമ്മുടെ ജീവിതം കാണുമ്പോൾ ഈശോയെക്കുറിച്ച് ചോദിച്ചറിയാൻ തക്ക വിധത്തിൽ നമ്മൾ ജീവിക്കണം. ദൈവം സഹായിച്ച് ഇന്നേ വരെയും നമ്മളോട് ആരും അങ്ങനെ ചോദിച്ചിട്ടുണ്ടായില്ല, അല്ലേ? അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതം കണ്ടിട്ട് ഇതിനേക്കാളും തറയായി ജീവിക്കാൻ മേലാന്ന് ചിലപ്പം തോന്നി, അല്ലേ? ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൽ എന്താണ് മെച്ചം?
പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ളൊരു ചോദ്യം, മറ്റുള്ളവർ മദ്യപിക്കുന്ന പോലെ തന്നെ ക്രിസ്ത്യാനിയും പോയി മദ്യപിക്കും, മറ്റുള്ളവർ അടിയുണ്ടാക്കുന്ന പോലെ ക്രിസ്ത്യാനി അടിയുണ്ടാക്കും, മറ്റുള്ളവർ നുണ പറയുന്ന പോലെ ക്രിസ്ത്യാനിയും നുണ പറയും. ക്രിസ്തുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ എന്ത് മാറ്റമാണ് നമ്മളിൽ ഉള്ളത് എന്ന ചോദ്യം സുവിശേഷത്തെ അർത്ഥശൂന്യമാക്കി കളയുന്ന ചോദ്യമാണ്, അല്ലേ? കാര്യം നമുക്ക് ദൈവപുത്രനായ ഈശോമിശിഹ നേരിട്ട് വെളിപ്പെടുത്തി തന്ന നിത്യസത്യങ്ങളുടെ അക്ഷയഖനിയായ തിരുവചനത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നമ്മളതൊന്നും ജീവിതത്തിൽ പാലിക്കാതെ പോകുമ്പോൾ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: എന്തിനാണ് ക്രിസ്ത്യാനിയാണ്? ക്രിസ്ത്യാനിയായിട്ട് എന്താ ഗുണം? ഇതല്ലേ ക്രിസ്ത്യാനി ആയാലുള്ള സ്വഭാവം, അതുകൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് കാര്യമില്ല എന്ന് മനുഷ്യർ ചിന്തിക്കാനിട വരുന്നു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധി ഒരിക്കൽ മിഷണറിമാരോട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ജീവിച്ചാൽ മതി. അതാണ് ഏറ്റവും വലിയ സുവിശേഷ സാക്ഷ്യമെന്ന് പറയുന്നത്. ക്രിസ്തുവിനെ പോലെ ജീവിക്കുക. അദ്ദേഹം പറഞ്ഞു, ഗാന്ധിജിയുടെ ഒരു വളരെ വിചിത്രമായ ഒരു പ്രസ്താവന ഇതാ: ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, പക്ഷേ ക്രിസ്ത്യാനികളെ വെറുക്കുന്നു. ക്രിസ്ത്യാനികളെ വെറുപ്പുണ്ടായിട്ടല്ല ഗാന്ധിജി പറഞ്ഞത്. ഗാന്ധിജി ഉദ്ദേശിക്കുന്ന ഇതാണ്: ക്രിസ്തു പറഞ്ഞ ഒരു കാര്യവും ജീവിക്കാതെ നടക്കുന്ന ഈ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൻ്റെ അന്തസാര ശൂന്യതയെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് വ്യക്തമാക്കി. ഇതുതന്നെയാണ് പോൾ ക്രൗഡറുടെയും പ്രസ്താവന. ഇത് നമുക്കെല്ലാവർക്കും ഒരു മാർഗനിർദ്ദേശം കൂടിയാണ്. നാം ഈശോമിശിഹായെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവരാണ് എങ്കിൽ നമ്മുടെ സംസാരത്തിൽ, പ്രവർത്തനങ്ങളിൽ, ഇടപെടലുകളിൽ എല്ലാം ഈ സുവിശേഷത്തിൻ്റെ പ്രകാശം ഉണ്ടാകും. വഴി കിടന്ന 10 ലക്ഷം രൂപയുടെ ബാഗ് കിട്ടി, ആരും അറിയാനുമില്ല, ചോദിക്കാനുമില്ല, വേണേടെ അടിച്ചു മാറ്റാം. പക്ഷേ അത് കൊണ്ടുപോയി അന്വേഷിച്ച് ഉത്തരവാദപ്പെട്ടവരുടെ അടുക്കൽ എത്തുന്നത് വരെയും അതിൻ്റെ പിന്നാലെ നടക്കുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താണ് നിന്നെ അതിന് പ്രേരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അത് സത്യത്തോടുള്ള തുറവിയാണ്, അത് നീതിബോധമാണ് എന്ന് മനുഷ്യർ പറയും. സത്യത്തിൽ ക്രിസ്ത്യാനിക്ക് വേണ്ടത് ഈ ഒരു സത്യവും നീതിയും സുവിശേഷത്തിൽ നിന്ന് ഈശോമിശിഹ പഠിപ്പിച്ചു തന്നത് ജീവിതം കൊണ്ട് നമ്മൾ പാലിക്കുമ്പോൾ പോൾ ക്രൗഡർ പറഞ്ഞതുപോലെ നമ്മൾ എന്തായിത്തീരും? നമ്മളും സുവിശേഷത്തിൻ്റെ സാക്ഷികളായിത്തീരും. നമ്മുടെ ജീവിതം കണ്ടിട്ട് ആളുകൾ ചോദിക്കും, ഈശോമിശിഹായെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയും അത് ലോകമെങ്ങും ഈശോയെ അറിയുന്നതിന് ഇടവരുത്തുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ. പലപ്പോഴും നമ്മുടെ ജീവിതവും സുവിശേഷവും തമ്മിൽ ബന്ധമില്ലാതെ പോകും. ഈശോ പറഞ്ഞതൊരു കാര്യം, നമ്മൾ ജീവിക്കുന്നത് വേറൊരു കാര്യം. ഈ ഒരു വൈരുദ്ധ്യാത്മകതയാണ് സുവിശേഷം ലോകത്തിൻ്റെ അതിരുകളോളം എത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്ന സത്യം നമ്മൾ ഗ്രഹിക്കും. ഈശോയുടെ കർത്തൃത്വം, ദൈവപുത്രത്വം, ഈശോ ഏകരക്ഷകനാകുന്നു എന്നീ കാര്യങ്ങളെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാകുവിൻ എന്ന ദൈവവചനത്തെ ആധാരമാക്കി ക്രിസ്തു സാക്ഷികളായി യുവജനങ്ങളും എല്ലാ ക്രിസ്ത്യാനികളും ജീവിക്കേണ്ടതിൻ്റെ അനിവാര്യതയെയും കുറിച്ചാണ് യുവജനങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി അഭിമന്യ പിതാവ് കഴിഞ്ഞ സമയങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും വളരെ ലളിതമായി വലിയ അഗ്രാഹ്യങ്ങളായ കാര്യങ്ങളെ പിതാവ് അവതരിപ്പിക്കുകയായിരുന്നു. പിതാവെ ഒത്തിരി നന്ദി. പിതാവിനോട് വളരെ പ്രാധാന്യമേറിയ ചോദ്യങ്ങൾ ചോദിച്ച് ശ്രദ്ധാപൂർവം മറുപടി ശ്രവിച്ചിരുന്ന എല്ലാ യുവജന സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. കൂടുതൽ മികവാർന്ന ചോദ്യങ്ങളും നല്ല മറുപടികൾക്കും വേണ്ടി മറ്റൊരു എപ്പിസോഡിലേക്ക് നാം പോവും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൽ
പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി.